നാട്ടോട്ടൊന്നും കേട്ടോ നമ്മുടെ ചേനങ്കര മുക്കം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ശൂരനാടിന് ഉപ്പണം തെക്കും ഭാഗം എന്നൊക്കെ പറയാം. അവിടെ കൽപ്രദേശമാണ്. അപ്പം അമ്മയുടെ വല്യമ്മയാണ് പോണത് കൂടെ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കുറേ ഓർമ്മകളുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ അടപ്പിനൊക്കെ മിക്കപ്പോഴും ഇവിടെ വന്നിരിക്കുക കേട്ടോ. അച്ഛൻ ഞങ്ങൾ മിക്കപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ അവിടെ കുറേ മാങ്ങയൊക്കെയാണ് അമ്മാമ്മയുടെ അങ്ങ്. അതേപോലെ തന്നെ ഇത് തടാകത്തിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. അതേപോലെ തന്നെ അവിടെ കൽപ്രദേശമായിട്ട് മാങ്ങായും തേങ്ങായും എല്ലാം അതുപോലെ എന്താ ചീനിയും എല്ലാം നട്ടാലും കിളിക്കും കേട്ടോ. നല്ല വെയിലുണ്ട്. അങ്ങനെ അമ്മാമ്മയൊക്കെ മേടിച്ചിരുന്ന വേറൊരു വസ്തുവും ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ ചക്കയൊക്കെയുണ്ട്. അപ്പം വിളഞ്ഞ ചക്ക നോക്കി അവിടെ നിന്നും പിച്ചി. അതേപോലെ തന്നെ അമ്മമ്മ കുറേ കൊക്കോപ്പഴവും അതും ഇതുമെല്ലാം കൂടി പിച്ചി തന്നു കേട്ടോ. അങ്ങനെ അതിലൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ഒരു 3-4:30 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങി കേട്ടോ. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുള്ളിപ്പൂച്ച നമ്മളെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. വൈകുന്നേരം പിന്നെ ഞങ്ങൾ പുതിയ മൂവി കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ മൂവിയായ തുടരും മൂവി കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കൃഷ്ണ തിയേറ്ററിലാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ടിക്കറ്റ് നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ ഇന്നലെ വന്ന് ടിക്കറ്റ് എടുത്ത് 7 മണിക്കുള്ള ടിക്കറ്റ് ഇന്നത്തേക്ക്. അങ്ങനെ ഞങ്ങൾ പടം കാണാൻ വേണ്ടി കയറിയിട്ടോ. അടിപൊളി മൂവിയാണ്. ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അതുപോലെ നല്ല തിരക്കുണ്ട്. വന്ന ദിവസം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല പടം കേട്ടോ. അടിപൊളി മൂവിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ത്രില്ല് കളയുന്നില്ല. കാണാത്തവരെല്ലാം ഈ പടം പോയി കാണുക. അടിപൊളി പടം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പടമാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് പോപ്കോണൊക്കെ വാങ്ങി ഞങ്ങൾ പടമൊക്കെ ഫുള്ളും കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏട്ടനും അതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കൊന്ന് കണ്ടവർക്ക് മിക്കവർക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. ഞങ്ങൾ പിന്നെ വരുന്ന വഴി ഫുഡൊക്കെ വാങ്ങി നേരെ വിട്ടിട്ട് അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.